Assalamu alaikum. Hello my dear children, welcome to Max class. We can start our class with dua for knowledge. Rabbi yassir, wala tuwassir, wa tarmim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. We are going through the chapter equal triangles. As we all know, we studied half of the chapter. Today we are going to study a new topic, that is bisector. Did you heard about bisector before? Bisector is a line which divides a line or an angle into two equal parts is called a bisector. എന്താണ് bisector? Bisector എന്ന് വെച്ചാൽ നമ്മളൊരു ലൈൻ അല്ലെങ്കിൽ ഒരു ആംഗിൾ വരയ്ക്കുമ്പോൾ, ഇതിപ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ആംഗിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മിഡിലിൽ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനെയാണ് എന്ത് പറയുന്നത്? ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലൈനിൻ്റെ കേസ്. ഇൻ an angle also, this is one angle, ഒരു ആംഗിളിനെയും നമ്മൾ അതിൻ്റെ മിഡിലിൽ വെച്ച് അതിനെ കട്ട് ചെയ്ത് ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. സോ for drawing the bisectors in an for a line and an angle, we have some rules to follow the draw the bisectors. Okay, for that, so what do you mean by bisectors? A line which divides a line or an angle into two equal parts is called bisectors. And now we are going to study how can you draw the perpendicular bisector or of a line. Okay, ഒരു ലൈനിൻ്റെ ബൈസെക്ടറിനെ നമ്മൾ അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നും പറയും. ഓക്കെ, ബൈസെക്ടർ ഓർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദെൻ okay, ഇതാണ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ. Then we have to take the bisector using the scale and the compass. Okay, for that I am drawing one line. This is the method how to draw the perpendicular bisector of a line. For that, first we have to draw one line. Okay, then we have to take the compass and draw the bisector. For that, നമ്മൾ ഈ ലൈനിൻ്റെ ഈ മിഡിലിൽ കോമ്പസിൻ്റെ ഈ പോർഷൻ വെച്ചിട്ട് നമ്മൾ പെൻസിൽ വയ്ക്കുന്ന പോർഷൻ ഈ ലൈൻ വരച്ചത് എത്രയാണോ അതിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു, ഇപ്പം നമ്മൾ സ്കെയിലിനകത്ത് 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ 6 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ലൈൻ നോക്കി ഇതിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് എടുത്ത് നമ്മളിതാ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, ദെൻ അവിടെ തന്നെ വെച്ചുകൊണ്ട് താഴെയും ഒരു ആർക്ക് വരയ്ക്കും. ദെൻ ഈ തിൻ പോർഷൻ, ഈ നീഡിൽ പോർഷൻ വരുന്നത് ഇപ്പുറത്തെ സൈഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അങ്ങനത്തെ ഒരു ആർക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ആർക്ക് വന്നില്ലേ? ഈ രണ്ട് ആർക്കും ഇന്റർസെക്ട് ചെയ്ത് ഇരിക്കുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ താഴെയും മുകളിലും ഇന്റർസെക്ട് ചെയ്ത ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ആ ഒരു ലൈൻ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യണം. So this is the perpendicular bisector of the line. ഈ ലൈന് നമുക്കൊരു നെയിം കൊടുക്കാം, എ ബി. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ലൈൻ ബൈസെക്റ്റിംഗ് ലൈന് നമുക്കൊരു പേര് കൊടുക്കാം, സി ഡി. ഓക്കെ, ദെൻ സി ഡി ഈസ് ദ perpendicular bisector of the line എ ബി. Do you understand how to draw the perpendicular bisector of a line? Listen here, I will repeat. First we have to, for that first we have to take the scale and the compass, and then for example we can take one measure and draw that line using the scale. Okay, using the scale you have to draw that line AB first. Then
you take the more than half of that measure you take in the scale. സ്കെയിൽ എടുത്തതിനെ കാട്ടി more than half എടുത്തിട്ട് അതിൻ്റെ more than ഹാഫിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ട് put the needle portion of compass in here and take the more than half and mark the arcs. രണ്ട് ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. രണ്ട് ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ആ ബിയിൽ വെച്ചുകൊണ്ട് വീണ്ടും രണ്ട് ആർക്ക് വരയ്ക്കുക. അപ്പോൾ ആ രണ്ട് ആർക്സും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദാറ്റ് ആർക്സ്. ആ പോയിന്റിൽ രണ്ടും കൂടെ ചേർത്ത് സ്കെയിൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് വരയ്ക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദാറ്റ് ലൈൻ. Okay, this is the way we are drawing the perpendicular bisector of a line. So today we started the topic, that is bisector. What do you mean by bisector? The line which divides a line or an angle into two equal parts is called a bisector. Then ലൈൻ ഓർ ആൻ ആംഗിൾ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞു. ഒന്ന് ലൈനിനെ കട്ട് ചെയ്യുന്ന ലൈനോ അല്ലെങ്കിൽ ആംഗിളിനെ കട്ട് ചെയ്യുന്ന ലൈനോ, രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കുന്നു. അപ്പം നമ്മൾ ലൈൻ എന്നുള്ള കേസിൻ്റെ ലൈനിൻ്റെ ഹാഫ് എടുക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഹൗ ടു ഡ്രോ ദ ബൈസെക്ടർ എന്ന് നമ്മളിവിടെ പഠിച്ചു. ദെൻ വൺ മോർ തിങ് ഈസ് ദെയർ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ആംഗിൾ. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി how to draw the bisector of an angle ABC. ഒരു ABC എന്ന് പറയുന്ന ഒരു ആംഗിൾ വരയ്ക്കുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബൈസെക്ടർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് I am not taking the exact measure using the protractor, only using the scale. I am drawing a rough figure of an angle. For that I am drawing the angle. ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. പല മെഷർ എടുക്കുമ്പോൾ പല മെഷർ എടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ മിസ് ചുമ്മാ ഒരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ആംഗിൾ, ഫോർ എക്സാമ്പിൾ ടേക്കിംഗ് ദിസ് ആംഗിൾ, ദെൻ ലുക്ക് ഹിയർ, ഒരു 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ ആസ് യു ലൈക്ക് ഒരു സെയിം ഒരു മെഷർ ഇവിടെ ഒരു 2 സെന്റിമീറ്റർ എടുക്കുവാണെങ്കിൽ ഇവിടെയും ഈ ഒരു വേർട്ടെക്സ് ഉണ്ടല്ലോ, രണ്ട് ആംഗിൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് രണ്ട് ആർക്ക് ഈ രണ്ട് ലൈനിനും കൊടുക്കണം. സെയിം മെഷർ ആയിരിക്കണം. ഇഫ് യു ടേക്ക് 2 centimeter here, you have to take 2 centimeter here also. Okay, if you take 3 here, you have to take 3 here also. So I am just taking one measure. I am not taking exact measure. That same measure I am taking here also. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഡ്രോൺ വൺ ആംഗിൾ. ഓക്കെ, ദെൻ we take one exact measure and you have to put the needle here and draw that arcs here and here. Then ആ വരച്ച ആർക്കിൽ വെച്ചുകൊണ്ട് ആ സെയിം അളവ് ഇവിടെ വരയ്ക്കണം. ഓക്കെ, ദെൻ ഇവിടെ വെച്ചുകൊണ്ടും അവിടെ വരച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ആ ആംഗിൾ വരച്ചു, പിന്നെ നമ്മൾ ഈ വേർട്ടെക്സിൽ വെച്ചുകൊണ്ട് ഒരു എക്സാക്റ്റ് മെഷർ എടുത്ത് ഇവിടെയും ആർക്ക് വരച്ചു. ദെൻ ആ ആർക്കിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് ആ സെയിം അളവ് ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എടുത്ത ആ മെഷർ തന്നെ ഈ ആർക്കിൽ വെച്ചുകൊണ്ട് ഈ മിഡിലോട്ട് വരച്ചു കൊടുത്തു. ദെൻ യു ഹാവ് ടു പുട്ട് ദ കോമ്പസ് ഹിയർ ആൻഡ് ഡ്രോ വൺ മോർ ആർക്ക് ദെയർ. ദെൻ ലുക്ക് അറ്റ് ഹിയർ, ദീസ് ടു ആർക്സ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിനെ നമുക്ക് സ്കെയിൽ യൂസ് ചെയ്ത് ഇതിൻ്റെ വേർട്ടെക്സിലും ആയിട്ട് നമുക്ക് വരയ്ക്കാം. ലുക്ക് ഹിയർ, ഇതിൻ്റെ ഈ വേർട്ടെക്സ് ഇല്ലേ, ഈ വേർട്ടെക്സിൽ നിന്ന് അതിനകത്തോട്ട് നീളത്തിൽ വരച്ചു കൊടുക്കണം. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ അത് പാസ് ചെയ്ത് പോകണം. ആൻഡ് ദിസ് ഈസ് ദ ബൈസെക്ടർ ഓഫ് ദ ആംഗിൾ ABC.
To understand, one more I will repeat. For drawing the bisector of an angle ABC, first you have to draw one angle. If in the question they given you an exact measure, then you have to take the protractor and draw the angle. Okay, here I didn't take the degree, only I am drawn one angle, and I marked from here one arc. I drawn one arc here, and same measure I drawn one more arc here. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ആംഗിൾ വരച്ചു, എന്നിട്ട് ഈ വേർട്ടെക്സിൽ വെച്ച് കോമ്പസ് വെച്ചുകൊണ്ട് ഒരു എക്സാക്റ്റ് മെഷർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. സെയിം അവിടെ വെച്ച് തന്നെ പ്രൊട്രാക്ടർ കറക്കിക്കൊണ്ട് കോമ്പസ് കറക്കിക്കൊണ്ട് ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ദെൻ ആ രണ്ട് വരച്ച ആ ആർക്കിൽ വെച്ച് ഈ സെയിം മെഷർ ഇവിടുന്ന് എടുത്ത ആ സെയിം മെഷർ തന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഒരാർക്ക്, ഇവിടെ വെച്ചുകൊണ്ട് ഒരാർക്ക്. ഓക്കെ, ദെൻ വി ക്യാൻ സി വൺ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദെയർ. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നീളത്തിലൊരു ബൈസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം. ആൻഡ് ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ദ ബൈസെക്ടർ ഓഫ് ദാറ്റ് ആംഗിൾ ABC. Okay, so today we studied what is bisector and how to draw the bisector of a line AB and how to draw the bisector of an angle ABC. So we have some exercises based on this topic that we will do in the next class. Today's class is over. Assalamu alaikum.